ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ചമ്മന്തി റെഡിയാക്കാം. ഇത് നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. മുരിങ്ങയിലയും ഒരു പിടി തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് 15 ചുവന്നുള്ളിയും 10 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് പുളിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് 8 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. നമുക്ക് മുരിങ്ങയില ചമ്മന്തി റെഡിയാക്കി എടുക്കുമ്പോൾ ഉണക്കമുളകിന് പകരം പച്ചമുളക് ചേർത്തിട്ടും റെഡിയാക്കി എടുക്കാം. ഉണക്കമുളക് ഇതുപോലെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്ത് ചമ്മന്തി റെഡിയാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലായിട്ട് ആദ്യം അത് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഓയിലിൽ കിടന്നൊന്ന് കുക്കായി വരണം. 1 കൈപ്പിടിയോളം മുരിങ്ങയിലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഉണക്കമുളക് ചേർത്ത് തേങ്ങ ചമ്മന്തി എല്ലാം ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഈ ഒരു ചമ്മന്തി നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിനേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇപ്പോൾ മുരിങ്ങയില ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നവർ വെയിറ്റ് ചെയ്യും. മുളകും ഉഴുന്നും എല്ലാം ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തിക്കെല്ലാം അരച്ചെടുക്കുന്ന അതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഓവറായിട്ട് അരഞ്ഞു പോകരുത്. ഇപ്പോൾ മുരിങ്ങയില അരച്ചെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.